ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഇതുപോലെയൊരു സിറ്റുവേഷൻ ഇന്നേ വരെ വന്നിട്ടുണ്ടോ? കറന്റ്ലി ഇന്ത്യൻ സൂപ്പർ ലീഗിനും കേരള സൂപ്പർ ലീഗിലും രണ്ടും ഒരേ ടൈമിങ്ങിനുള്ള ആ ഒരു ഷെഡ്യൂളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ ഒരു സമയത്താണ് ISLലെ ആ ഒരു നീക്കങ്ങളൊക്കെ പിന്നോട്ട് പോകുന്നത്. ISL സമയത്ത് തന്നെ ഈ ഒരു കേരള സൂപ്പർ ലീഗ് എന്ന് പറയുന്ന ഈ ഒരു ലീഗ് മത്സരങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ട്? AIFFനും ISLും തമ്മിൽ എന്താണ് യഥാർത്ഥ പ്രശ്നം? നിങ്ങൾ ഈ ഒരു വീഡിയോ മിസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്താണ് ഈ ഒരു ഇന്ത്യൻ ഫുട്ബോളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് യാതൊരു വ്യക്തയും കിട്ടുകയില്ല. ഈ ഒരു വീഡിയോയിൽ തന്നെ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ പോയിന്റ് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇന്ന് ഇന്ത്യയിൽ തന്നെ കേരളം ഫുട്ബോളിൽ നമ്പർ 1 മാർക്കറ്റിംഗ് ആണെന്നുള്ള കാര്യം എല്ലായിടത്തും നമ്മൾ അറിഞ്ഞും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് ഇന്ത്യയിൽ എവിടെ ചെന്ന് പറഞ്ഞാലും നമുക്ക് അറിയാൻ കഴിയും. ഈ ഇന്ത്യയിൽ തന്നെ ആ ഒരു ഔട്ട് ബേസ് നോക്കിക്കഴിയുമ്പോൾ കേരളമാണ് ടോപ്പ് മോസ്റ്റ് നമ്പർ 1 ഇൻ ഫുട്ബോൾ കൾട്ടിവേഷൻ. കേരളം ഇന്ത്യയിൽ ഏറ്റവും ഫുട്ബോൾ മാർക്കറ്റിംഗ് ഘടകമാണെന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി ഇനി എങ്ങോട്ടാണ്? ലിറ്ററലി നോക്കുകയാണെങ്കിൽ പതിയെ ISL ഇനി സൂപ്പർ ലീഗ് കേരള ആകാൻ പോവുകയാണ്. ഇത് ഞാൻ എക്സാക്ട്ലി ഇവിടെ നിങ്ങൾ കുറിച്ചു വെച്ചോ. പതിയെ ഇപ്പൊ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ സീസണിൽ നിന്നും സൂപ്പർ ലീഗ് കേരള എത്രത്തോളം ക്വാളിറ്റിയിൽ മികവുറ്റതായി മാറി എന്ന് നമുക്ക് ഇപ്പോഴത്തെ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് വിഷ്വൽസ് കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ ISLന്റെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് മെച്ചപ്പെട്ട് കഴിഞ്ഞു നിലവിൽ ഇപ്പോൾ സൂപ്പർ ലീഗ് കേരള. ഇനി ISL എവിടെ കിടക്കും അല്ലെങ്കിൽ സൂപ്പർ ലീഗ് എവിടെ കിടക്കും എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കി അറിയേണ്ട ഒരു കാര്യം. അറ്റൻഷൻ പിടിച്ചു വെക്കാൻ വേണ്ടിയാണ് ഒരുപക്ഷെ ഈ ഒരു സൂപ്പർ ലീഗ് കേരള ഈ ഒരു സമയം ISL ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് നടത്തുന്നത്. ഇതിന്റെ മേളിൽ ഒരു വലിയൊരു പദ്ധതിയും വലിയൊരു പ്ലാനിങ്ങും നടത്തുന്നുണ്ടെന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ലീഗാണ് ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗ്. ഈ ഒരു നിലവിലെ സിറ്റുവേഷനിൽ എത്ര മാസങ്ങളായിട്ടാണ് ഇപ്പൊ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്? ഇവിടെ AIFFന്റെ ഭാഗത്ത് നിന്ന് നീക്കമില്ല. അവിടെ വരുന്ന സ്പോൺസേഴ്സ് ഇപ്പോൾ FSDL AIFF മുന്നോട്ട് വെച്ച കാര്യങ്ങളൊന്നും FSDL എടുക്കാതെ അവിടെ അങ്ങനത്തെ ആ ഒരു കാറ്റഗറി ആ ഒരു ഇതിലാണ് ഇപ്പോഴും ISL അവിടെ ഒരു പരിതാപകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ലീഗ് കേരളക്ക് തന്നെയാണ്. കാരണം ഇതുവരെ കഴിഞ്ഞൊരു സീസൺ 2 സീസണാണ് ഇപ്പോൾ സൂപ്പർ ലീഗ് കേരള ഓടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു സീസണിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഓഡിയൻസ് അറ്റൻഷൻ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഒരു കുറച്ചുകൂടി അങ്ങ് ഇരട്ടിച്ചിരിക്കുകയാണ്. അതിന് വലിയൊരു ഉദാഹരണം ഈ ഒരു സീസണിൽ ISL ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇതിൻ്റെ ഇടയിലാണ് ഒരു വലിയൊരു കളി നടന്നിട്ടുള്ളത്. ഇതിനിപ്പോൾ ISL ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന മെയിനായിട്ട് ഇപ്പോൾ AIFFന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കല്യാൺ ചൗബെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണല്ലോ. അതായത് ജനുവരിയിലേക്കാവുമ്പോഴത്തേക്കും ISL റീഷെഡ്യൂൾ ചെയ്യാം, പുതിയൊരു സീസണിലേക്ക് ഒരുങ്ങാം. അതിലിപ്പോൾ 150 മത്സരങ്ങൾ ഈ 180 ദിവസങ്ങളിനുള്ളിൽ തീർക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കല്യാൺ ചൗബെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം എന്താണെന്ന് ഇതുവരെ നമുക്ക് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എങ്കിൽ പിന്നെ ISL സീസൺ നടത്താതിരിക്കുന്ന തന്നെയാണ് ഇതിലും വലിയ ഭേദമായിട്ടുള്ള ഒരു കാര്യം എന്നാണ് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഒരു സൂപ്പർ ലീഗ് കേരളയ്ക്ക് അത്രയും ഒരു പുഷ് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഓരോ മേഖലകളിൽ പല ജില്ലകളിലുമായിട്ട് ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള യങ് പ്ലെയേഴ്സിനെ നമുക്ക് ഈ ഒരു സൂപ്പർ ലീഗ് കേരള വഴി കണ്ടെത്താനും അവർക്ക് മികച്ചൊരു വേദി ഓപ്പർച്യൂണിറ്റി ഒരുക്കി കൊടുക്കാനും ഈ ഒരു ലീഗ് വഴി നമുക്ക് കഴിയും. പക്ഷെ ISL എങ്ങനെയാണ് ഇത്രത്തോളം ഒരു ഡൗൺഫോളിലേക്ക് കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓഡിയൻസ് ഇന്ററാക്ഷൻ തന്നെയാണ്. ഒരേ സമയം 2 ലീഗുകളിലും കേരളത്തിനുള്ളിൽ നടക്കുമ്പോൾ, അതായത് ഇന്ത്യയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ചുകൾ നടക്കുമ്പോൾ തന്നെ ഈ ഒരു സൂപ്പർ ലീഗ് കേരളയ്ക്ക് ഭയങ്കര ഇടിവുകളാണ് സംഭവിക്കുന്നത്. അതിപ്പോൾ ആരെ പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് രണ്ടും വേണം. ഇന്ത്യയിൽ തന്നെ ഇതേപോലുള്ള കേരളയിൽ നടത്തുന്ന ലീഗ് പോലെ തന്നെ ഓരോ ഇടങ്ങളിലും ഓരോരോ ലീഗ് വേണമെന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പക്ഷെ ഇത് ഇനി ISL എങ്ങനെയാണ് ഇനി പ്രാവർത്തികമാകുക എന്നുള്ള കാര്യം അത് നമ്മൾ അറിഞ്ഞെടുക്കേണ്ട അല്ലെങ്കിൽ ചോദ്യചിഹ്നമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇനിയിപ്പോൾ ISLന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ വലിയൊരു അട്ടിമറി തന്നെയാണ്. ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഞാൻ കുറേ രീതിയിലും കുറേ ആളുകളോടൊക്കെ ചർച്ച ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഇടയിൽ AIFFന്റെയും അല്ലെങ്കിൽ കേരള ഫുട്ബോൾ ഫെഡറേഷൻ്റെയും തമ്മിലുള്ള ഒരു ഐക്യധാരണ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സംസാരം ആ ഒരു ധാരണയ്ക്ക് ശേഷമാണ് ഈ ഒരു സൂപ്പർ ലീഗ് കേരള എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു ലീഗിന് ശേഷമായിരിക്കും, അത്രയും ഒരു പുഷ് കൊടുത്തതിന് ശേഷമാണ് കഴിഞ്ഞൊരു സീസൺ, അതായത് ഫസ്റ്റ് സീസണിൽ നിന്നും ഈ ഒരു സീസണിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ഓഡിയൻ റിഡക്ഷൻ കിട്ടുവാൻ വേണ്ടി, അതായത് ഇന്ന് ISL പോലെ തന്നെ ഏറ്റവും അധികം ഒരു ക്വാളിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഈ ഒരു സൂപ്പർ ലീഗ് കേരളയ്ക്കുള്ളത്. അപ്പോൾ ഇതേ കാരണം കൊണ്ട് തന്നെ അത്രയും ഒരു ഓഡിയൻസ് ഇന്ററാക്ഷൻ ലഭിക്കുവാൻ ഈ ഒരു സീസൺ നമ്മൾ വിനിയോഗിക്കുക എന്നുള്ള ഒരു കാര്യമാണ്
ഈ ഒരു AFFന്റെ അടുത്ത് ഈ കേരള ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഒരുപക്ഷെ ഇന്ന് സൂപ്പർ ലീഗ് കേരളയിൽ ഓരോ ക്ലബ്ബുകളുടെയും ഓരോ മാച്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു വ്യൂവർഷിപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കഴിഞ്ഞ ഫസ്റ്റ് സീസണിൽ നിന്നും ഈ ഒരു സീസണിലേക്ക് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്നൊരു കാര്യം. ഒരു കാര്യം പറയുകയാണെങ്കിൽ ISL നടക്കും. ഡെഫിനറ്റ്ലി ISLന്റെ ആ ഒരു ടൈമിങ്ങും ആ ഒരു ഷെഡ്യൂളും മാറ്റിക്കൊണ്ട് സൂപ്പർ ലീഗിന് വേണ്ട അവസരങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ ലീഗ് കേരളയ്ക്ക് വേണ്ട അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇതൊരുപക്ഷെ കേരള ഫുട്ബോൾ ലീഗിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തിയററ്റിക്കലി നിങ്ങൾ ചിന്തിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു ശരിയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. കുറച്ച് ദിവസമായിട്ട് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഇനിയും പറയാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ളൂ. എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ വളരെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. മറ്റൊരു ദിവസം പുതുപുത്തൻ എപ്പിസോഡുമായി സെലക്ട് ഫുട്ബോൾ വീണ്ടും എത്താം. ബൈ.